അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പോർട്സിൽ ഉള്ള ഒരു ഭാര്യയും ഭർത്താവിനെയാണ്. അതും അവർ ക്രിക്കറ്റിലാണ്. ഭർത്താവ് ബൗളറും ഭാര്യ ബാറ്റ്സ്മാനും കീപ്പറുമാണ്. രണ്ടുപേരും ഓസ്ട്രേലിയക്കാരാണ്. നമുക്ക് അവരുടെ ഡീറ്റെയിലിലേക്ക് പോവാം. രണ്ടായിരത്തി 2023 ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പ് ടൂർണമെന്റ്, ആ ലോകകപ്പ് ടൂർണമെന്റിൽ പരാജയം എന്തെന്ന് അറിയാതെയാണ് ഇന്ത്യൻ ടീം മുന്നേറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോറ്റു. അന്ന് ഹാർഡ്രിക് നേടിയ മിച്ചൽ സ്റ്റാർക്കിന് ഓസ്ട്രേലിയയോട് വിജയത്തിൽ വലിയ പങ്കുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ IPL ലേലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ഉയർന്ന തുകയാണ്. ഏകദേശം 24.75 കോടി രൂപയുടെ അദ്ദേഹത്തിന് വിലയിട്ടത്. അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്തു നോക്കിയാൽ ഒറ്റ ഫൈനൽ തോറ്റിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. പക്ഷെ കളിക്കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക്കാണ് നമ്മുടെ ഈ നായകൻ, ഈ മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയയുടെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായ അലൈസ ഹീലിയുടെ ഭർത്താവാണ് സ്റ്റാർക്ക്. എന്നാൽ 2020 വനിതാ ക്രിക്കറ്റ് 2020 ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയും ഓസീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടത്. അന്ന് നമ്മുടെ ഈ നായിക, അതായത് അലൈസ ഹീലി നേടിയ 75 റൺസാണ് ഓസീസിനെ ജയിപ്പിച്ചത്. എന്നാൽ ആ സമയത്ത് മറ്റൊരു കാര്യമുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു ഏകദിന മത്സരം ഓസീസുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ മത്സരം ഒഴിവാക്കിയിട്ട് ഭർത്താവ് സ്റ്റാർക്ക് തൻ്റെ പ്രിയതമയുടെ ഫൈനൽ മത്സരം കാണാനെത്തിയിരുന്നു. ഗാലറിയിൽ ഇരുന്നിട്ട് പുള്ളിക്കാരൻ ഭാര്യയ്ക്കായിട്ട് ആരവം മുഴക്കിയതിൻ്റെ വീഡിയോസ് എല്ലാം അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ലവ് സ്റ്റോറിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ ആദ്യം കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു. നോർത്തേൺ ഡിസ്ട്രിക്റ്റ് ജൂനിയർ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഡിസ്നിയിൽ നടന്ന മത്സരങ്ങൾക്കിടയിൽ നടന്ന ആ കണ്ടുമുട്ടലിൽ അവർ എതിരാളികളായിരുന്നു. സ്റ്റാർക്ക് വിക്കറ്റ് കീപ്പറായിരുന്നു അന്ന്. ഒരു വർഷത്തിനുള്ളിൽ അവർ ഒരു ടീമിൻ്റെ ഭാഗമായി. സ്റ്റാർക്കിൻ്റെ അച്ഛൻ പോളായിരുന്നു ടീമിൻ്റെ കോച്ച്. അപ്പോൾ രണ്ടുപേരും ക്രിക്കറ്റർമാർ ആയതുകൊണ്ട് ഇവർക്ക് ഒരുമിച്ചുള്ള പ്രാക്ടീസ് സെഷനുകൾ ആയത് ഉണ്ടായത്. അങ്ങനെയാണ് ഇവരുടെ ചങ്ങാത്തം നല്ല ചങ്ങാതിമാരായി അങ്ങനെയാണ് ഇവരുടെ ചങ്ങാത്തം ഉണ്ടാവുന്നതും അവിടെ നിന്ന് നല്ല ചങ്ങാതിമാരായിട്ട് ഇവർ മാറുന്നത്. എന്നാൽ കാലം കുറച്ച് ചെന്നപ്പോൾ ഇതൊരു ചങ്ങാത്തമല്ല എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചത് സ്റ്റാർക്കിനാണ്. അദ്ദേഹത്തിൻ്റെ മുട്ടിലാണ് ആദ്യമായിട്ട് ഒരു പ്രണയം പൂവിട്ടത്. എന്നാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരു വഴിത്തിരിവുകളോ ഒരു ട്വിസ്റ്റൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന രണ്ടുപേര്, അതായത് ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റിൻ്റെ പാതയിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന രണ്ടുപേര് രണ്ടിടങ്ങളിലായിട്ട് കൂട്ടിമുട്ടി ചങ്ങാതിമാരായി ഒരുമിച്ച് വിവാഹിതരായി. ഏകദേശം 2015 ഇവരെ എൻഗേജ്മെന്റ് നടന്നത്. അതുകൂടാതെ 2016 ഏപ്രിലാണ് ഇവരെ വിവാഹം നടന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ കരിയറിൽ നല്ല തിരക്കുകളുള്ള ദമ്പതിമാരാണ്. അതുകൂടാതെ ഉത്തരവാദിത്തങ്ങളും ഏറെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷ ചുമക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഈ അലൈസ എന്ന് പറയുന്നത് ഏറ്റവും വേഗം അർദ്ധ സെഞ്ചുറി നേടിയ താരം, അതായത് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗം അർദ്ധ സെഞ്ചുറി നേടിയ താരം നമ്മുടെ അലൈസയാണ്. അതുകൂടാതെ വുമൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും അവർ 2 വട്ടം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ട് ക്രിക്കറ്റ് കളിക്കാരായ പ്രണയിനികളായ രണ്ട് രാജ്യത്തെ പ്രതീക്ഷകൾ ചുമക്കുന്ന രണ്ടുപേരുടെ പ്രണയത. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് സുഹൃത്തുക്കളെ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.